നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റ് ബൈ NCDC. പാഠം പഠിക്കാൻ രൂപരേഖ. കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ 19 നിർദ്ദേശങ്ങളടങ്ങിയ രൂപരേഖ. സംഘടനാ പ്രവർത്തനങ്ങളും നേതാക്കളുടെ പ്രവർത്തന മികവും അന്വേഷണ സമിതി പരിശോധിക്കും. ജില്ലാതലത്തിലെ ജംബോ കമ്മിറ്റികൾ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തോ എന്നതും അന്വേഷണ പരിധിയിൽ. പാർട്ടി തോൽവിയിൽ നേതാക്കൾക്കെതിരെയുള്ള നടപടി അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമെന്ന് VM സുധീരൻ. പരാതികളിൽ ഉചിതമായ സമയത്ത് നിഷ്പക്ഷമായ നടപടി സ്വീകരിക്കുമെന്നും KPCC അധ്യക്ഷൻ. പദ്ധതിയിൽ പ്രതീക്ഷ. UDF സർക്കാരിന്റെ കാലത്ത് വിവാദമായ മെത്രാൻ കായലിലും ആറന്മുളയിലും കൃഷി ഇറക്കാൻ സർക്കാർ പദ്ധതി. ഇത് സംബന്ധിച്ച് ഈ മാസം 17-നകം റിപ്പോർട്ട് നൽകാൻ വകുപ്പ് സെക്രട്ടറിക്ക് കൃഷിമന്ത്രി VS സുനിൽകുമാറിന്റെ നിർദ്ദേശം. LDF സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമെന്ന് BJP. മുൻ സർക്കാർ നടത്തിയ അനധികൃത ഇടപാടുകളിൽ തിരുത്തൽ വരുത്തുന്നത് നല്ല തീരുമാനമെന്ന് MT രമേശ്. മെത്രാൻ കായലിനൊപ്പം ക്രമക്കേട് നടന്ന എറണാകുളം കടമക്കുടിയിലും കൃഷി ഇറക്കണമെന്ന് കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ. തീരങ്ങളിൽ വറുതിക്കാലം. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയും മോട്ടോർ ഘടിപ്പിക്കാത്ത വള്ളങ്ങളെയും ദൂരപരിധിയുടെ അടിസ്ഥാനത്തിൽ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കി. 47 ദിവസം നീണ്ടു നിൽക്കുന്ന വിലക്ക് അവസാനിക്കുന്നത് ജൂലൈ 31-ന്. നിരോധനം ലംഘിക്കുന്ന വിദേശ ട്രോളറുകളെ പിടികൂടാൻ നാളെ മുതൽ കോസ്റ്റ് ഗാർഡും തീരദേശ പോലീസും പട്രോളിംഗ് ശക്തമാക്കും. ഇക്കാലയളവിൽ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് ആവശ്യമായ സഹായം സർക്കാർ വിതരണം ചെയ്യുമെന്ന് ഫിഷറീസ് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ. പോരിനൊരുങ്ങി കാവിപ്പട. CPM-നെ കടന്നാക്രമിച്ച് BJP ദേശീയ നിർവാഹക സമിതിയിൽ പാർട്ടിയുടെ കരട് രാഷ്ട്രീയ പ്രമേയം. BJPക്ക് നേരെ CPM അക്രമം അഴിച്ചുവിടുന്നതായി അമിത്ഷാ. കേരളത്തിലെ BJP പ്രവർത്തകർക്കൊപ്പം പാർട്ടിയും രാജ്യത്തെ മുഴുവൻ പ്രവർത്തകരും അണിനിരക്കുമെന്നും ദേശീയ അധ്യക്ഷൻ. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടേത് ഉജ്ജ്വല പ്രകടനമെന്ന് വിലയിരുത്തൽ. അസമിൽ ഭരണം പിടിച്ച BJP കേരളത്തിൽ 15% വോട്ട് വിഹിതവും നേടി. അടുത്ത വർഷം നടക്കുന്ന UP തിരഞ്ഞെടുപ്പിൽ ഈ നേട്ടം ആവർത്തിക്കുമെന്നും അമിത്ഷാ. അലഹബാദിൽ ഇന്നലെ ആരംഭിച്ച നിർവാഹക സമിതി യോഗത്തിലെ മുഖ്യ അജണ്ട UP, പഞ്ചാബ് തിരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ തന്ത്രങ്ങൾ. യോഗത്തിലുടനീളം പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കും. കൂട്ടക്കുരുതിയുടെ ക്രൂരമുഖം. അമേരിക്കയെ ഞെട്ടിച്ച ഓർലാൻഡോ കൂട്ടക്കുരുതിയിൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ്. നിശ ക്ലബിൽ 50 പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ യുവാവ് തങ്ങളുടെ പ്രതിജ്ഞയെടുത്തയാളെന്ന് IS അവകാശവാദം. പരിക്കേറ്റ് ആശുപത്രികളിൽ കഴിയുന്ന പലരുടെയും നില ഗുരുതരം. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റയാൾ കൂട്ടക്കൊല നടന്നത് US സമയം ഇന്നലെ പുലർച്ചെ 2 മണിയോടെ. സ്വവർഗാനുരാഗികളുടെ ദിശ ക്ലബിൽ കടന്നുകയറിയ അക്രമി തുടരെ വെടിയുതിർക്കുകയായിരുന്നു. 50 പേർ പിടഞ്ഞു മരിച്ച ആക്രമണത്തിൽ 60ഓളം പേർക്ക് പരിക്ക്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2725 രൂപ. പവൻ 21,800 രൂപ. വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി സേതുലക്ഷ്മി 5:30 ചേരും. നമസ്കാരം.